നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ മനസ്സിൻ്റെ വാതിൽ പണത്തിന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്, മറിച്ച് സ്വപ്നങ്ങൾക്ക് മുന്നിലാണത് തുറന്നിരിക്കുന്നത്. റാഫീഞ്ഞയാണിത് പറയുന്നത്. FC ബാഴ്സലോണയുടെ സൂപ്പർ താരം ഈ സീസണിൽ എന്തൊരു പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സീസണിന് മുമ്പ് കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ബാഴ്സ ആരാധകർക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നായിരുന്നു. മറ്റൊരു ടീമിൽ കളിക്കുന്ന നിക്കോ വില്യംസിന് 11 നമ്പർ ജേഴ്സിയൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങളുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അവരിൽ പലരും ചെയ്തത്. അത് തൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് റാഫീഞ്ഞ് തന്നെ പിന്നെ തുറന്ന് പറയുകയുണ്ടായി. അതേ റാഫീഞ്ഞ് ഇപ്പോൾ പറയുന്നു, സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു ഓഫർ ഒരു സുഹൃത്ത് എനിക്ക് കാണിച്ചു തരികയുണ്ടായി. അത് പക്ഷേ കഴിഞ്ഞ സീസണിലാണ് എന്നെ തേടി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയെ സേഫാക്കാനുള്ള പണമുണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. മാനസികമായിട്ട് ഞാൻ മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ മനസ്സിപ്പോൾ പണത്തിന് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുന്നു, മറിച്ച് സ്വപ്നങ്ങൾക്ക് മുന്നിലാണ് തുറന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നലെ ഒരാൾ എനിക്കൊരു ന്യൂസ് അയച്ചു തന്നു സൗദി അറേബ്യയിൽ നിന്നുള്ള ഓഫറിനെ കുറിച്ച്. ഹോണസ്റ്റ്ലി ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനൊരു ഓഫർ എൻ്റെ നേരെ വന്നിരുന്നെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തേനെ. ഞാൻ മെൻ്റലി സ്ട്രഗിൾ ചെയ്ത സമയമാണത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു പണമായിരുന്നു അതിലുണ്ടായിരുന്നത്, എൻ്റെ ഫാമിലിയെ സേവ് ചെയ്യുന്ന തരത്തിലുള്ള പണം. ബട്ട് നൗ എൻ്റെ മനസ്സങ്ങനെയല്ല, പണത്തിന് മുന്നിൽ ക്ലോസ്ഡ് ആണ്. മൈ മൈൻഡ് ഈസ് ക്ലോസ്ഡ് ടു മണി ആൻഡ് ഓപ്പൺ ടു ഡ്രീംസ് എന്നാണ് റാഫീഞ്ഞ പറയുന്നത്. അതായത് റാഫീഞ്ഞ ഇപ്പോൾ പണത്തിന് പിന്നാലെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി, മാനസികമായിട്ടുള്ള സ്ഥിതിയൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയാണ്. ആ യാത്രയിൽ ബാഴ്സലോണക്കൊപ്പം എന്തൊക്കെ കിരീടങ്ങൾ നേടും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.